ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെസ്സിസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ പഞ്ചാബിലെ സുവർണ ക്ഷേത്രമാണ് കേട്ടോ, ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ അത് കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പഞ്ചാബിലാണ് കേട്ടോ, പഞ്ചാബ് സുവർണ ക്ഷേത്രം കാണാൻ പോവാണ്. ആ സ്വർണ്ണ കളറായിട്ട് നിൽക്കുന്നതാണ് സുവർണക്ഷേത്രം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോണതൊന്നും ഞാൻ എടുത്തിട്ടില്ല. വരെ ക്യൂവായിട്ട് നിൽക്കണം കുറേ നേരം, അങ്ങനെയൊക്കെയാണ്. അതുകാരണം അതൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പൊതുവായിട്ട് ഞാൻ കാണിച്ചു തരുന്നതിന് മാത്രം. ഞങ്ങൾ പകലാണ് കേട്ടോ പോയത്. രാത്രിയിലാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിനെ, പക്ഷെ ഞങ്ങൾ പകലാണ് കാണാൻ പോയത്. അതുകൊണ്ട് പകലിൻ്റേതായ ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കാണാൻ പോയത് ജാലിയൻവാല ബാഗാണ് കേട്ടോ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. അവിടെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊന്നല്ല, ഇതിനേക്കാളാണ്. ഇതിപ്പോ ശരിയാക്കി എടുത്തേക്കണെന്നാണ് അവര്. പഞ്ചാബിലെ ജാലിയൻവാല ബാഗിൽ നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുറവിളി കൂട്ടുന്ന സമയത്ത് അവിടെ പഞ്ചാബിൽ ഗാന്ധിജി ഒരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്ന ആളുകൾ, ഒത്തിരി ആൾക്കാർ അവിടെ കൂടിയുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലേക്ക് അന്നത്തെ ജനറലായിരുന്ന ഡയർ ഓർഡർ ഇട്ടു അവരൊക്കെ വെടിവെച്ച് കൊല്ലാനായിട്ട്. അങ്ങനെ ആ സമ്മേളനത്തിനിടയ്ക്ക് വെടിവെച്ച് ഒരുപാട് പേര് അന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മരിച്ചു. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയവരൊക്കെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറ്റിലും വീണ് മരിച്ചു. അപ്പോൾ അതിൻ്റെ ഓർമ്മ വെടിയേറ്റ പാടുകളൊക്കെയാണ് നമ്മൾ അടയാളപ്പെടുത്തി കണ്ട ആ ഭാഗങ്ങളൊക്കെ. അവർ വെടിയേറ്റ് ബുള്ളറ്റിൻ്റെ നിറം ഒഴിച്ചിട്ട് വന്ന് കിടക്കുന്ന പാടുകളാണ് അതൊക്കെ. അന്ന് ഒത്തിരി പേര് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പഞ്ചാബിൽ മരിച്ചു. അതിൻ്റെ അതാണ് ജാലിയൻവാല ബാഗ് അനുസ്മരണം. അന്ന് വെടിയേറ്റ് മരിച്ചു വീണവരുടെ സ്മാരകമാണ്, അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ആ സ്മാരകമാണ് അവിടെ കാണുന്നത്. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൂടാണ്ട് അന്ന് അവിടെ പങ്കെടുത്തവരും പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ഫോട്ടോകൾ അവിടെ മ്യൂസിയത്തിലുണ്ട്. അതൊക്കെ ഉണ്ടോ. അത് എല്ലാം എടുക്കാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊരു പ്രത്യേകതരം താമരയാണ്, മഞ്ഞത്താമര. മഞ്ഞത്താമര നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞത്താമര കാണുന്നത്, അതുകൊണ്ടാണ് ഞാനത് എടുത്തത് കേട്ടോ.
ഒരു കൂട്ടർക്ക് പ്ലാവ് കണ്ടപ്പോഴേ പഞ്ചാബിൽ ചക്ക ഉണ്ടാവുമെന്നൊരു സംശയം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടാവും. അത് കണ്ടോ ചക്ക ഉണ്ടായി കിടക്കുന്നത്. ഇത് ഞങ്ങൾ വാഗാ ബോർഡർ കാണാൻ പോയപ്പോഴേ അവിടെ നമുക്ക് ഈ ദേശീയ പതാകയുടെ അടയാളം പതിപ്പിച്ച് തരുന്ന കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ മുഖത്തും ചിലർ മേത്തും കൈകുമ്പിലും ഒക്കെ ഈ അടയാള ചിഹ്നം പതിപ്പിച്ചു. അതിൻ്റെ ഒരു ഇതെടുത്തിട്ട് നിൽക്കുന്ന ഫോട്ടോ കേട്ടത്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത യാത്ര വാഗാ ബോർഡറിലേക്കാണ്. ഞങ്ങൾ കുറേ നേരത്തെ അവിടെ ചെന്നു. അത് നേരത്തെ ചെന്ന് സ്ഥലമൊക്കെ പിടിച്ചു. ആളുകളൊക്കെ വരണുണ്ടായുള്ളൂ. ഒരു 6 മണി ഒക്കെ ആയപ്പോഴാണ് തുടങ്ങിയുള്ളൂ. പക്ഷെ ഞങ്ങളൊരു 4 മണി 4:30 അവിടെ എത്തി. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന സ്ഥലമാണത്, വാഗാ ബോർഡർ. അവിടെ നമ്മുടെ പട്ടാളക്കാരുടെ പരേഡുണ്ട്. ആ പരേഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയേക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നതില്ലേ, നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റേഡിയം. ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്റ്റേഡിയം. കുതിരനൊന്നും കാണില്ലല്ലോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയമാണ് കേട്ടോ. ആ ഗേറ്റ് കണ്ടോ? ആ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പാകിസ്ഥാൻ്റെ സ്റ്റേഡിയമാണ് അവിടെ. അപ്പോൾ ഈ സമയമാകുമ്പോൾ അവർ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സല്യൂട്ട് ചെയ്യും. അതിൻ്റെ ഇതാണ് ആദ്യം. ഇപ്പം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നാണെങ്കിൽ ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും അവിടുത്തെ പട്ടാളക്കാരൻ ഇങ്ങോട്ടും വന്നിട്ട് സല്യൂട്ട് ചെയ്യലേക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് ഈ പ്രാവശ്യം യുദ്ധമായിരുന്നു അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് അകലിരിക്കണ കാരണം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, മുഴുവനൊന്നും എടുത്തിട്ടില്ല. അവരുടെ കൊടി പണ്ട് ഈ പടി തുറക്കും, ഇപ്പൊ തുറന്നറിയില്ല. പണ്ടേ ഈ പടി തുറക്കും. പടി തുറന്നിട്ട് 2 കൂടി അങ്ങോട്ടും കൂടെ വരും. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. യുദ്ധം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇന്ത്യയുടെ സ്റ്റേഡിയമാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്റ്റേഡിയം. കുറച്ച് നേരം ഡോഗ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡോഗ് ഷോ ആണ് നിങ്ങൾ കാണുന്നത്. അവരൊരു അതിൻ്റെ മുകളിലൊക്കെ ചാടി കയറുന്നതൊക്കെ ഉണ്ടായിരുന്നു.
ഇതെല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ കയ്യമ്മയും മുഖത്തൊക്കെ ദേശീയ പതാകയുടെ കളറ് ഞങ്ങളുടെ മുഖത്തൊക്കെ വരച്ചിരിക്കുക കണ്ടോ, ദേശീയ പതാകയുടെ അടയാളം ഞങ്ങളുടെ മുഖത്തൊക്കെ നോക്കി കണ്ടോ, കാണാനില്ലേ? കയ്യമ്മയുണ്ട്, ചിലർ കയ്യമ്മ വരച്ചിട്ടുണ്ട്, ചിലർ. ഞങ്ങളൊക്കെ മുഖത്താണ് വെച്ചിട്ടുണ്ട്, ചിലർ കയ്യമ്മ വരച്ചിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.